നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 112 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഇന്ന് 113 ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. കഴിഞ്ഞ ശ്ലോകം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സന്താനഗോപാലം കഥയാണ് അടുത്ത ശ്ലോകം എന്നത്. ആ ശ്ലോകം നമുക്ക് വായിക്കാം. പൃഥ്വീദേവന്റെ 10ാം തനയനുടലൊടെ മാഞ്ഞ പോതർജുനൻ താനഗ്നൗ ചാടിയിടുമെന്നായതു പൊഴുതവനും താനുമന്തർമലേ പോയി പ്രീത്യാ വൈകുണ്ഠലോകത്തെഴുന്നരുളി യഥാപൂർവമാഗത്യ ബാലാൻ പ്രത്യേകം പാർത്ഥനെ കൊണ്ടഴകിനൊടു കൊടുപ്പിച്ച തുഭ്യം നമോസ്തു. ഇവിടെ പൃഥ്വീദേവന്റെ എന്ന് വെച്ചാൽ പൃഥ്വീദേവൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം. 10ാം തനയൻ ഉടലൊടെ മാഞ്ഞ പോത്, 10ാമത്തെ പുത്രൻ ഉടലോടെ, മൃതശരീരം കൂടി കാണാൻ സാധിച്ചില്ല. അങ്ങനെ അപ്രത്യക്ഷമായപ്പോൾ അർജുനൻ താൻ അഗ്നൗ ചാടിയിടും എന്നായതു പൊഴുതു. അർജുനൻ താൻ ഈ കുട്ടിയെ രക്ഷിച്ചോളാം എന്നും അതിൽ പരാജയപ്പെട്ടാൽ അഗ്നിയിൽ ചാടും, അഗ്നിപ്രവേശം ചെയ്യും എന്ന് പറഞ്ഞ് അതിന് ആ കുട്ടിയെ രക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ അഗ്നി പ്രവേശം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അവനും താനും, അതാണ് ചാടിയിടുമെന്നായതു പൊഴുതവനും താനും അന്തർമലേ പോയി. അവനും അർജുനനും താനും കൃഷ്ണനും കൂടി അന്തർമലേ പോയി. ഇവിടെ അന്തരീക്ഷത്തിൽ കൂടി പോയി എന്നാക്കാം. അല്ലെങ്കിൽ അർജുനന്റെ മനോമലങ്ങൾ, അഭിമാന ഗർവാദികളൊക്കെ നിഷ്ക്രിയമായി. ഇവിടെ ഭാഗവതം അനുസരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോയി എന്നാണ് പറയേണ്ടി വരിക. കാരണം എന്താ വെച്ചാൽ അവിടെ പറയേണ്ട ലോകാലോകത്തില്, പ്രപഞ്ചത്തില് കുറെ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ലോകാലോകം എന്ന് പറയുന്നത്. അതിലെത്തി. അപ്പൊ അവിടെ വളരെ ഇരുട്ടായിരുന്നു. അപ്പൊ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ ഭഗവാൻ സുദർശനത്തിനെ മനസ്സിൽ ധ്യാനിച്ചു. അപ്പൊ തന്നെ സുദർശന ചക്രം അവിടെ പ്രത്യക്ഷപ്പെട്ട് അതിന്റെ ആ പ്രഭയില് അവിടെ ഉണ്ടായിരുന്ന അന്ധകാരം നശിച്ചു എന്നൊക്കെയാണ്. ഈ യോഗമാർഗത്തിലൂടെ അർജുനനും കൃഷ്ണനും കൂടി ആ ഘോരമായിട്ടുള്ള അന്ധകാരത്തിൽ കൂടെ യാത്ര ചെയ്ത് പ്രീത്യാ വൈകുണ്ഠലോകത്തെഴുന്നരുളി, പ്രീതിയോടുകൂടി സന്തോഷത്തോടുകൂടി വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം വാങ്ങി യഥാപൂർവം ആഗത്യ, പോയ പോലെ തന്നെ വിഷ്ണു ഭഗവാൻ കൊടുത്ത ആ 10 കുമാരന്മാരോടും കൂടി തിരിച്ചു വന്നിട്ട് ബാലാൻ പ്രത്യേകം പാർത്ഥനെ കൊണ്ടഴകിനൊടു കൊടുപ്പിച്ച തുഭ്യം നമോസ്തു. പ്രത്യേകം ആ കുട്ടികളെയൊക്കെ ഓരോരുത്തരെയും, 10 കുട്ടികളുണ്ട്, ഓരോരുത്തരെയും അർജുനെ കൊണ്ട് തന്നെ പ്രത്യേകം അഴകിനോട് ഭംഗിയോടുകൂടി കൊടുപ്പിച്ചു. ആ ബ്രാഹ്മണന് അർജുനെ കൊണ്ട് തന്നെ കൊടുപ്പിച്ച അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ആ സന്താനഗോപാലൻ കഥ ഒന്ന് ചുരുക്കിയിട്ട് ഈ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. ഇത് ഭാരതയുദ്ധം, മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ ദുഷ്ടന്മാരുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു ഭൂമിയിൽ. അങ്ങനെ വളരെ ശാന്തനായിട്ട് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വസിക്കുന്ന കാലത്ത് അവിടെ ബാലമരണോ ദുർമരണോ പ്രകൃതികോപം ഇങ്ങനെയുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദ്വാരകയിൽ താമസിച്ചിരുന്ന ഒരു ബ്രാഹ്മണന് ഒരു കുട്ടി ജനിക്കുകയും ജനിച്ച ഉടൻ തന്നെ അത് മരിക്കുകയും ചെയ്തു. സ്വതേ തന്നെ ഒരു അഹങ്കാരിയായിരുന്ന ആ ബ്രാഹ്മണൻ ആ മരിച്ച കുഞ്ഞിന്റെ ജഡവും കയ്യിലെടുത്തുകൊണ്ട് ദ്വാരകയുടെ ഗോപുരത്തിൽ വന്നിട്ട് അതിനെ നിലത്ത് കിടത്തിയിട്ട് കുറേ നേരം കരഞ്ഞു. എന്നാൽ ഈ ബ്രാഹ്മണന്റെ രോദനം ആ യദു വംശജരാരും അത്ര
ശ്രദ്ധ നൽകിയില്ല. ഇത് കണ്ട ബ്രാഹ്മണൻ സ്വാഭാവികമായിട്ടും വളരെയധികം കോപിച്ച് ഈ ഭരിക്കുന്ന ഉഗ്രസേനെയും കൃഷ്ണനെയൊക്കെ കുറെ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു. അതായത് നല്ല ധർമ്മിഷ്ഠരായ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്ത് ഇങ്ങനെ ബാലമരണമൊന്നും സംഭവിക്കില്ല, ദ്വാരക ദുഷിച്ചു പോയി, ഇവിടുന്ന് പോവാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് കുട്ടിയെയും എടുത്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ 8 പുത്രന്മാർ ഈ ബ്രാഹ്മണന് ജനിക്കുകയും അവരെല്ലാം ജനിച്ച മാത്രയിൽ തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്തെല്ലാം ഈ ബ്രാഹ്മണൻ ഈ കുട്ടിയുടെ മൃതശരീരവും എടുത്തുകൊണ്ട് ദ്വാരകയുടെ ഗോപുരദ്വാരത്തിൽ വന്ന് നിലവിളിക്കുകയും കൃഷ്ണനെ കുറെ ചീത്ത പറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതിങ്ങനെ ബ്രാഹ്മണന്റെ ഈ വരവും പോക്കൊക്കെ അവിടെയുള്ള ദ്വാരകാവാസികൾക്കൊക്കെ ഒരു നേരം പോക്കായി തുടങ്ങി. അങ്ങനെ 9ാമത്തെ കുട്ടി ഉണ്ടായി. അതും അപ്പോൾ തന്നെ മരിച്ചു. ആ കുട്ടിയെയും എടുത്ത് ഗോപുരദ്വാരത്തിൽ വന്ന് രോദനം ചെയ്യുകയും കൃഷ്ണനെ കുറെ ചീത്ത പറയുകയൊക്കെ ചെയ്തു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ യാദവന്മാരാരും അതിനെ അത്ര കാര്യമായി ഗൗനിച്ചില്ല. ദേഷ്യം വന്ന ആ ബ്രാഹ്മണൻ രണ്ടും കൽപ്പിച്ച് ആ ഗോപുരദ്വാരത്തിലൂടെ സഭയിലേക്ക് പ്രവേശിച്ചു. ആ സഭയിൽ അപ്പോൾ മഹർഷിമാരും മഹാബ്രാഹ്മണരും യദുവംശ രാജാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്ത് അർജുനനും കൃഷ്ണന്റെ കൂടെ ദ്വാരകയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ ബ്രാഹ്മണനാവട്ടെ ഇത് വലിയ സഭയാണ്, വലിയ വലിയ ആൾക്കാരിരിക്കുന്നുണ്ട് എന്നൊന്നും ആലോചിക്കാതെ ആ സദസ്യരെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ജനിച്ച ഈ കുട്ടികളുടെ മൃതശരീരവുമായിട്ട് ഇതിനു മുൻപ് 8 പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പ്രഗത്ഭരായ യാദവന്മാരിൽ ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചിലപ്പോൾ അവർക്ക് ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള ഇല്ലാത്തത് കൊണ്ടാകാം. പക്ഷെ കൃഷ്ണന് എന്നെ രക്ഷിക്കാൻ സാധിക്കും എന്നെനിക്കറിയാം. എന്നാൽ ആ കൃഷ്ണനാകട്ടെ എന്നോട് ഇത്തിരി പോലും അനുകമ്പ കാട്ടാതെ ആ പത്നിമാരുമായി ഇവിടെ സുഖിച്ചു വാഴാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും രാജാക്കന്മാർക്കോ മഹർഷിമാർക്കോ ഒക്കെ എന്നോട് കനിവ് തോന്നിയിട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട സദസ്സിലിരിക്കുന്ന ആൾക്കാര്, നിങ്ങളൊരു ബ്രാഹ്മണനാണോ, നിങ്ങൾ അഹങ്കാരിയായ ഒരു പാപിയാണ് എന്നൊക്കെ പറഞ്ഞു. ഈ യജ്ഞോപവീതം പൂണുനൂല് അത് ധരിച്ചു എന്ന് വെച്ചിട്ട് ആരും ബ്രാഹ്മണനാവില്ല. ഇങ്ങനെ കൃഷ്ണനെ കുറ്റം പറയുന്നത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ ഏറ്റവും വലിയ പാപിയാണെന്ന് എന്നൊക്കെ. ഇത് കേട്ട ബ്രാഹ്മണനും ദേഷ്യം വന്നു. നിങ്ങളെല്ലാം കൃഷ്ണന്റെ കൂട്ടുകാർ തന്നെയാണ് എന്ന് എനിക്കറിയാം, നിങ്ങളൊക്കെ കൃഷ്ണന്റെ സ്തുതിപാഠകന്മാർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെയും കുറെ ചീത്ത പറഞ്ഞു. എന്നാൽ കൃഷ്ണനും ബലരാമനൊക്കെ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ അവിടെ ഇരുന്നേ ഉള്ളൂ. കൃഷ്ണന്റെ ഈ ഭാവം കണ്ടിട്ട് ബ്രാഹ്മണന്റെ കോപം വർദ്ധിക്കുകയും കൃഷ്ണനെ കുറിച്ച് വളരെ അധികം ശാപവാക്കുകൾ പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇത് കേട്ട അർജുനൻ ബ്രാഹ്മണനെ അതിൽ നിന്നും തടഞ്ഞ് പറഞ്ഞു, അങ്ങയ്ക്ക് ഇനി ഉണ്ടാകുന്ന പുത്രനെ ഞാൻ രക്ഷിച്ചു തരാം എന്ന്. അപ്പോ ബ്രാഹ്മണൻ അർജുനനെയും കളിയാക്കി, ഇത്രയും വലിയ യദുകുല നേതാക്കന്മാർക്ക് അസാധ്യമായ കാര്യമാണോ നീ ചെയ്യാം എന്ന് പറഞ്ഞ് ചാടി പുറപ്പെടുന്നത്? നീ ഭോഷ്ക്ക് പറയണ്ട, ഇത്രയും വലിയ മഹാരഥന്മാർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവര് ഇവിടെ മൗനം ദീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ. അപ്പോൾ അർജുനൻ പറഞ്ഞു, അങ്ങ് എന്നെ ഒട്ടും സംശയിക്കണ്ട, ഞാൻ യാദവനല്ല, കൗരവ യുദ്ധം ജയിച്ച മധ്യമ പാണ്ഡവനായ ക്ഷത്രിയ യോദ്ധാവായ അർജുനനാണ് എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. ഈ ഞാൻ തന്നെയാണ് പണ്ട് പരമശിവനെ തപസ്സു ചെയ്ത് പാശുപതാസ്ത്രം വാങ്ങിയതും ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്യാലനുമായിട്ടുള്ള ഞാൻ അങ്ങയുടെ 10ാമത്തെ കുട്ടിയെ രക്ഷിച്ചു തരാം എന്ന് സത്യം ചെയ്യുന്നു. അപ്പോ ബ്രാഹ്മണന് സന്തോഷമായി, ഒരാളെങ്കിലും ഒന്ന് പ്രതികരിച്ചുല്ലോ. എന്നാലും ഒരു സംശയം, അങ്ങക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ ചോദിച്ചു. അപ്പോ ഞാൻ സത്യം ചെയ്യുന്നു, 10ാമത്തെ കുട്ടിയെ ഞാൻ അങ്ങക്ക് തരും എന്ന് പറഞ്ഞു. പിന്നെയും ബ്രാഹ്മണന് സംശയമായി, അർജുനന് സാധിക്കുമെന്ന്. അപ്പൊ പറഞ്ഞു, ഞാൻ ഈ 10ാമത്തെ കുട്ടിയെ അങ്ങക്ക് രക്ഷിച്ചു തന്നിട്ടില്ലെങ്കിൽ ഈ ജനങ്ങളെല്ലാവരും കേൾക്കെ ഞാൻ തപസ് ചെയ്യുന്നു, ഈ ഗാണ്ഡീവ ധനുസ്സോടുകൂടി തന്നെ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും എന്ന് അദ്ദേഹം സത്യം ചെയ്തു.
അങ്ങനെ മാസങ്ങൾ ഏതാനും കഴിഞ്ഞു. വിപ്രപത്നി ഗർഭം ധരിച്ചു. 10 മാസം പൂർത്തിയായി. ബ്രാഹ്മണൻ ഒരിക്കൽ ഹസ്തിനപുരിയിൽ ചെന്ന് അർജുനനെ കണ്ടു പറഞ്ഞു, അതെ അർജുന, വരൂട്ടോ, എൻ്റെ പത്നി ഗർഭം പൂർത്തിയായിരിക്കുന്നു. ഇനി ഒട്ടും താമസിക്കേണ്ട, വേഗം പുറപ്പെടാം നമുക്ക് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ അർജുനൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആയുധവുമായി ബ്രാഹ്മണന്റെ കൂടെ യാത്ര തിരിച്ചു. അങ്ങനെ ആ ബ്രാഹ്മണ ഗൃഹത്തിലെത്തി അവിടെ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് ഒരു ശരകൂടം തന്നെ അദ്ദേഹം നിർമ്മിച്ചു. ഒരു ചെറിയ ജീവിക്ക് പോലും അകത്ത് കടക്കാൻ സാധിക്കാത്ത വിധം അത്രയും സൂക്ഷ്മമായിട്ട് വൈദഗ്ധ്യത്തോടു കൂടിയാണ് ആ ബാണങ്ങളെ കൊണ്ട് ഒരു കൂടാരം നിർമ്മിച്ചത്. എന്നിട്ട് ആ പ്രവേശന ദ്വാരത്തിന്റെ അവിടെ ഗാണ്ഡീവം പിടിച്ചുകൊണ്ട് അർജുനൻ നിലകൊണ്ടു. പ്രസവ സമയം അടുത്തപ്പോൾ ആ അസ്ത്രപഞ്ചരം കൊണ്ട് നിർമ്മിച്ച ആ കൂടാരത്തിലേക്ക് ബ്രാഹ്മണ പത്നി പ്രവേശിച്ചു. അർജുനൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ അസ്ത്ര കൂടാരത്തിലേക്ക് കയറാൻ ആർക്കും സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണന് ധൈര്യം കൊടുത്തു. എന്നാൽ കൃഷ്ണന്റെ വൈഭവത്തെ ഒട്ടും ഗൗനിക്കാതെ 10ാമത്തെ പുത്രനെ താൻ രക്ഷിച്ചു കൊള്ളാം എന്ന് ശപഥം ചെയ്ത അർജുനൻ ശരപഞ്ചരം കൊണ്ട് രക്ഷ ചെയ്ത് ഗാണ്ഡീവൊക്കെ കയ്യിലേന്തി കാവൽ നിന്നിട്ടും ഇത്തവണ 10ാമത്തെ തനയന്റെ മൃതദേഹവും കൂടി കാണാതെ കുട്ടി നഷ്ടപ്പെട്ടു. രോഷാകുലനായിട്ടുള്ള ആ ബ്രാഹ്മണൻ വളരെ പരുഷമായിട്ട് തന്നെ അർജുനനെ ചീത്ത പറഞ്ഞു. ആ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ആ വാക്ക് വിശ്വസിച്ച ഞാനാണ് വിഡ്ഢി. മഹാരഥന്മാരായിട്ടുള്ള ഈ രാമകൃഷ്ണന്മാർക്കൊന്നും പറ്റാത്തത് നിനക്ക് സാധിക്കും എന്ന് നീ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നീ കൗരവസേന മുഴുവൻ സംഹരിച്ചവനാണ്, ഇന്ദ്രപുത്രനാണ്, വില്ലാളി വീരനാണ് എന്നൊക്കെ സ്വയം കുറെ വീരവാദങ്ങൾ മുഴക്കി ഞെളിഞ്ഞു നിന്നു. നിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചത് മൂലം എൻ്റെ കുഞ്ഞിന്റെ ശരീരം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നീ മധ്യമ പാണ്ഡവനാണ് എന്നൊക്കെ പറഞ്ഞല്ലോ, നിന്റെ വീര്യമൊക്കെ എവിടെ എന്നൊക്കെയുള്ള ആ ബ്രാഹ്മണന്റെ ദുർഭാഷണങ്ങളൊക്കെ കേട്ട് അപമാനിതനായിട്ട് അർജുനൻ തലയും താഴ്ത്തി നിന്നു. അർജുനൻ പറഞ്ഞു, അങ്ങ് ഒട്ടും സംശയിക്കേണ്ട, ഞാൻ സത്യം പാലിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അർജുനൻ ചീതയൊരുക്കിയിട്ട് ഗാണ്ഡീവം പിടിച്ച് അഗ്നിയെ 7 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് അതിൽ ചാടുവാനായിട്ട് മുതിർന്നു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനന്റെ കൈ പിടിച്ച് പുറകോട്ട് മാറ്റി. എന്നിട്ട് ചോദിക്കും, ഈ അഹങ്കാരിയായിട്ടുള്ള ഈ ബ്രാഹ്മണന് വേണ്ടിയിട്ടാണോ നീ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പാപശക്തി കൊണ്ടാണ് ഇദ്ദേഹത്തിന് പുത്രദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. ഇദ്ദേഹത്തിന്റെ പുണ്യക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ 9 തവണ കരഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കാതിരുന്നതും. ആ സമയത്താണ് അർജുനൻ കയറി അഹങ്കാരത്തോടു കൂടി സത്യം ചെയ്തത്. അതിന്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിച്ചത്. ഇതും പറഞ്ഞ് അർജുനെയും കൂട്ടി രഥത്തിൽ കയറി പശ്ചിമ ദിക്കിലേക്ക് യാത്ര തിരിച്ചു. രഥം പല നഗരങ്ങളും രാജ്യങ്ങളും പർവ്വതങ്ങളും വനങ്ങളും ഒക്കെ വലിയ വലിയ സാഗരങ്ങളെല്ലാം തരണം ചെയ്ത് യാത്ര തുടർന്നു. എന്നിട്ട് ആദിത്യൻ പ്രകാശിക്കാത്ത ഈ പ്രപഞ്ചത്തില് ധാരാളം അനവധി സഹസ്ര ബ്രഹ്മാണ്ടങ്ങളിൽ ഒന്നായിട്ടുള്ള ലോകാലോകം എന്ന ശൈലതലത്തിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ഇരുട്ട് കാരണം ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ സുദർശന ചക്രത്തിനെ മനസ്സിൽ ധ്യാനിച്ചു. ആ സമയം തന്നെ സുദർശന ചക്രം അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ സുദർശന ചക്രത്തിന്റെ പ്രഭയില് അവിടെയുള്ള ഇരുട്ടെല്ലാം മാറി വീണ്ടും തടസ്സം കൂടാതെ യാത്ര ചെയ്ത് അവസാനം ഉയർന്നിളകി മറിയുന്ന ക്ഷീരസാഗരത്തിന്റെ തീരത്തെത്തി. ആ ക്ഷീരസാഗര മധ്യത്തില് അതിരമണീയമായിട്ട് വിളങ്ങുന്ന വൈകുണ്ഠം എന്ന പുരി, അതില് സഹസ്രഭണ തൽപ്പത്തിൽ ശയിക്കുന്ന വിരാട് പുരുഷനായ ഭഗവാൻ ശ്രീ വിഷ്ണു മഹാവിഷ്ണുവിനെയും അവർ കണ്ടു. താൻ വൈകുണ്ഠത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് അർജുനൻ അത്ഭുതപ്പെട്ടു. രണ്ടുപേരും മഹാവിഷ്ണുവിൻ്റെ ആ പാദ കമലങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അപ്പോൾ ആ നാരായണമൂർത്തി മനോഹരമായ മന്ദഹാസത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, എൻ്റെ
പൂർണാംശം തന്നെയാണ് അങ്ങ്. എന്നാലും അങ്ങ് ഭൂലോകത്തിൽ കാണിക്കുന്ന അത്ഭുത വിലാസങ്ങൾ നാരദ സനകാദി മുനികൾ ഇവിടെ വന്ന് വാഴ്ത്തുന്നത് കേട്ടിട്ട് എൻ്റെ തന്നെ ആ മനുഷ്യാകൃതി ഒന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു. തൻ്റെ മറ്റൊരു ഭാവം കാണുവാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എൻ്റെ തന്നെ മനുഷ്യരൂപമായ അങ്ങയെ കാണുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങയുടെ ഭൂമിയിലെ സകല ലീലകളും അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു. അതുപോലെ അർജുനനെ കുറിച്ചും ഞാൻ കേട്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരും നരനാരായണന്മാരാണ്. നിങ്ങളെ രണ്ടുപേരെയും ഒപ്പം കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങളെ ഇവിടെ വരുത്തുവാനായിട്ടാണ് ആ ബ്രാഹ്മണ കുമാരന്മാരെ ഞാൻ അപഹരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അതായത് ഈ ജഗന്നാഥനായിട്ടുള്ള ഈ മഹാവിഷ്ണുവിന് അദ്ദേഹത്തിൻ്റെ തന്നെ അവതാരമായ കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ അംശമായ അർജുനെയും കാണുവാനായിട്ട് അവിടെ വരുത്തി എന്ന്. പിന്നെ ആ ബ്രാഹ്മണൻ കൃഷ്ണഭക്തനല്ല, അഹങ്കാരിയും പാപിയുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ 10 കുട്ടികളെയും ഞാൻ അപഹരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടുമ്പോൾ ആ ബ്രാഹ്മണൻ കൃഷ്ണഭക്തനായി തീരും എന്ന് പറഞ്ഞ് ആ 10 കുട്ടികളെയും അവർക്ക് തിരിച്ചേൽപ്പിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും വണങ്ങിക്കൊണ്ട് ഈ നരനാരായണന്മാരായ കൃഷ്ണ അർജുനന്മാർ രഥത്തിലേറി തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ബ്രാഹ്മണ ഗൃഹത്തിൽ വന്ന് ഒരു കുട്ടിക്ക് പകരം 10 കുട്ടികളെയും അർജുനനെ കൊണ്ട് കൃഷ്ണൻ ബ്രാഹ്മണന് കൊടുപ്പിച്ചു. അപ്പോൾ കൃഷ്ണന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് ബ്രാഹ്മണൻ ക്ഷമായാചനം നടത്തി. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, അഹങ്കാരം ആർക്കും നല്ലതിനല്ല. ഇനി മുതൽ ബ്രാഹ്മണനാണ് എന്നുള്ള ആ ദുരഭിമാനം ഉപേക്ഷിച്ച് ഭക്തനായ മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ ഓരോ ഉപദേശങ്ങൾ കൃഷ്ണൻ ആ ബ്രാഹ്മണൻ നൽകി. അവർ അവിടെ നിന്നും തിരിച്ചു പോന്നു. അതിനുശേഷം ആ ബ്രാഹ്മണൻ വലിയ കൃഷ്ണഭക്തനായി സദാസമയവും കൃഷ്ണനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ശിഷ്ടകാലം കഴിച്ചുകൂട്ടി. അങ്ങനെയൊക്കെയുള്ള ആ കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ അവസാനം പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ